ക്രിസ്മസിൻ്റെ തലേ ദിവസം ഞാനൊരു ഒന്നൊന്നര പരിപാടിക്ക് പോയിനേനുവേ. ഇപ്പോൾ സമയം ഏകദേശം ഒരു 5:10 ആയിട്ടുണ്ടാവും. ഇതിൻ്റെ ആൾക്കാർ എന്നോട് പറഞ്ഞത് ഒരു 5:30 ആകുമ്പോൾ എത്തിയാൽ മതി എന്നാണ്. ഞാൻ പിന്നെ നേരത്തെ എത്തീന്. ഇതുപോലത്തെ പരിപാടിക്കെല്ലാം നേരത്തെ എത്തിയിട്ട് കാര്യങ്ങളെല്ലാം നോക്കി മനസ്സിലാക്കിയ ശേഷമാണല്ലോ നമ്മുടെ ഒരു ചടുല നീക്കങ്ങൾ നമ്മൾ സാധാരണ നടത്താറുള്ളത്. അതുപോലെ തന്നെ ഞാൻ ഇവിടെ എത്തി. അങ്ങനെ ആദ്യം തന്നെ സ്റ്റാർട്ടേഴ്സ് അങ്ങോട്ട് കഴിച്ച് തുടങ്ങിയേ. സ്റ്റാർട്ടേഴ്സിൽ ഇനി എന്തൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാലും അത് കുറച്ച് കഴിച്ചാൽ മതി എന്ന് ഞാൻ എന്നോട് തന്നെ പറഞ്ഞുകൊണ്ടാണ് ഇവിടെ കയറിയത്. അങ്ങനെ ഇവിടുന്ന് ഒരു സമൂസ കഴിച്ചു, പിന്നെ 2 ചിക്കൻ്റെ ബോൾ കഴിച്ചു, പിന്നെ ഒരു ഫിഷിൻ്റെ സ്റ്റാർട്ടറും കഴിച്ചേട്ടാ. വെൽക്കം ഡ്രിങ്ക്സിൽ 3-4 ടൈപ്പ് ജ്യൂസെല്ലാം ഉണ്ടേനും. പിന്നെ ഈയിടെയായിട്ട് ഞാൻ മധുരം കഴിക്കുന്നത് വളരെ കുറവായതുകൊണ്ട് തന്നെ ആ ജ്യൂസൊന്നും തൊട്ടിട്ടേ ഉണ്ടായിരുന്നില്ല കേട്ടാ. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ല ഒരു പരിപാടിക്ക് പോകുന്നതെന്ന്. ആ പരിപാടി എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലല്ലോ. ആദ്യം നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും ഇതൊരു കല്യാണമാണെന്നല്ലേ. പക്ഷേ ഇതൊരു കല്യാണമല്ല, ഇതൊരു വീട്ടിൽ കൂടല്ല. ഒരു കാര്യം എനിക്ക് എന്തായാലും ഉറപ്പിച്ച് പറയാൻ പറ്റും, ഈ ഒരു 20 കിലോമീറ്റർ ചുറ്റളവിൽ വെച്ചിട്ടുള്ള ഏറ്റവും വലിയ വീടായിരിക്കും കിട്ടിയത്. അപ്പോൾ ഇതൊരു വലിയ വീട്ടിൽ കൂടലായതുകൊണ്ട് തന്നെ വയറും കാലിയാക്കിയിട്ടാണ് ഈ ഫംഗ്ഷന് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിച്ചതിന് ശേഷം വീടിൻ്റെ വിശേഷങ്ങൾ കാണിച്ചു തരാം. അല്ലെങ്കിൽ ഞാൻ ആ സ്റ്റാർട്ടർ പോയിട്ട് പിന്നെയും കഴിക്കുകയും ചെയ്യും. പിന്നെ എനിക്ക് മെയിൻ കോഴ്സ് ഒന്നും കഴിക്കാനും പറ്റില്ല. ഇനി ഞാനിവിടെ എങ്ങനെ എത്തിയെന്ന് നിങ്ങൾ വിചാരിക്കുന്നെങ്കിൽ, ഈ വീട്ടിൽ കൂടൽ നടത്തുന്ന ആൾ എൻ്റെ റിലേഷനോ അല്ലെങ്കിൽ എൻ്റെ ഫാമിലി ഫ്രണ്ടോ എൻ്റെ ഫ്രണ്ടോ ഒന്നുമല്ല. പക്ഷേ ഈ കാറ്ററിംഗ് ടീം ഉണ്ടല്ലോ, അവരെ എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ അവരെ വിളിച്ചിട്ടാണ് സത്യം പറഞ്ഞാൽ ഞാനിവിടെ എത്തിയത്. അപ്പോൾ അവർക്ക് ആദ്യമേ എൻ്റെ വിനീതമായിട്ടുള്ള നന്ദി അങ്ങോട്ട് രേഖപ്പെടുത്തുന്നു. അപ്പോൾ എന്നെ ഇവിടെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് നളന്ദ കേറ്ററേഴ്സ് ആണ്. ഇനി ഇതുപോലത്തെ ഫുഡിൻ്റെ പരിപാടിയെല്ലാം ഉണ്ടെങ്കിൽ എന്നെ അതിൻ്റെ അകത്ത് ഇൻവൈറ്റ് ചെയ്യാന്നുള്ളൊരു സൂചന അതിൻ്റെ അകത്തുള്ള കാര്യം നിങ്ങൾക്ക് ആർക്കും മനസ്സിലായിട്ടില്ലെങ്കിലും കാറ്ററിംഗ് ടീമുകാർക്ക് എങ്കിലും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെ പ്ലേറ്റുമായിട്ട് ഞാൻ ക്യൂവിൽ പോയിട്ട് അങ്ങോട്ട് നിന്നിട്ടുണ്ട്. എന്നിട്ട് പതുക്കെ ഓരോ ഐറ്റവും എൻ്റെ ഈ പ്ലേറ്റിലോട്ട് ഇങ്ങോട്ട് ഇട്ടോളാൻ പറഞ്ഞേ. അപ്പോൾ ആദ്യത്തെ റൗണ്ടിൽ എൻ്റെ വയറ്റിലെ കത്തിൽ തൽക്കാലം അങ്ങോട്ട് മാറ്റാൻ വേണ്ടിയിട്ട് ഇപ്പോൾ എടുത്തിട്ടുള്ളത് വെള്ളയപ്പമുണ്ട്, ബട്ടൂരി ഉണ്ട്, പൊറോട്ടയുണ്ട്, കടായി ചിക്കൻ ഉണ്ട്, പിന്നെ ബീഫുണ്ട്, ചിക്കൻ കബാബ് ഉണ്ട്, ലേശം ബിരിയാണി റൈസും അങ്ങോട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ അതിൻ്റെ സൈഡിൽ ലേശം മട്ടൻ്റെ മസാലയും കേട്ടോ. എന്നിട്ട് ആ പ്ലേറ്റുമായിട്ട് ഞാൻ നേരെ പോയത് നല്ല ഉഷാറായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള ഈ സാലഡ് കൗണ്ടറിലോട്ടാണ്. ഇവിടുന്ന് എനിക്ക് വേണ്ടത് മീനായിരുന്നേ. പക്ഷേ ഞാൻ ഇവിടെ എത്തുമ്പോഴത്തേക്കും ആ മീനിനെ ആരെല്ലോ കൂടെ ചേർന്നിട്ട് പിച്ചി ചീന്തി കളഞ്ഞിന്. അങ്ങനെ അവിടുന്ന് മീൻ കിട്ടാത്ത ആ സങ്കടത്തിൽ ഒന്നിങ്ങനെ ചുറ്റും നോക്കുമ്പോഴത്തേക്കും അപ്പുറത്ത് വേറെ ഒരു ഫിഷ് കൗണ്ടർ ഉണ്ടായിരുന്നേ. അവിടെ പോയിട്ട് അവിടുന്ന് ഒരു നെയ്മീൻ പൊരിച്ചിയും വാങ്ങിച്ച് പിന്നെ ലേശം കൂന്തലും വാങ്ങിച്ചിട്ട് കാലിയായിട്ടുള്ളൊരു ടേബിളിൽ അവിടെ പോയി ഇരുന്നിട്ട് പതുക്കെ ഞാൻ അങ്ങോട്ട് കഴിക്കാൻ തുടങ്ങിയേ. ആദ്യം തന്നെ ഈ മീനിൽ നിന്ന് ചെറിയൊരു കഷ്ണം ഇങ്ങോട്ട് എടുത്തിട്ട് അങ്ങോട്ട് കഴിച്ച് നോക്കി. നല്ല ഫ്രഷ് നെയ്മീനുമായിരുന്നു. പിന്നെ ആ മസാലയെല്ലാം മീനിൽ നല്ലപോലെ അങ്ങോട്ട് പിടിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ലേശം ബിരിയാണി റൈസ് മാത്രം അങ്ങോട്ട് കഴിച്ച് നോക്കി. പിന്നെ ഈ മട്ടൻ്റെ പീസിൽ നിന്ന് ചെറിയൊരു കഷ്ണം ഇങ്ങോട്ട് എടുത്തിട്ട് അത് ഈ ബിരിയാണി റൈസിൻ്റെ കൂടെ അങ്ങോട്ട് ലയിപ്പിച്ച് ചേർത്ത ശേഷം ബിരിയാണി റൈസും ആ മട്ടൻ്റെ പീസും കൂടെ ഒരുമിച്ച് ചേർത്ത് ഇങ്ങോട്ട് എടുക്കുക. എന്നിട്ട് ഇടക്കിടക്ക് ഞാൻ പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ, നിങ്ങൾക്കറിയാലോ ഞാൻ എന്നാ ചെയ്തിട്ടുണ്ടാവുകയെന്ന്. അതെന്നെ അങ്ങോട്ട് ചെയ്തേ. പിന്നെ കൂന്തൽ മാത്രം എടുത്ത് കഴിച്ച് നോക്കി. അതിനുശേഷം നമ്മൾ ആ മീൻ പൊരിച്ചിയും ബിരിയാണിയും കൂടെ ചേർത്തിട്ട് എല്ലാം അങ്ങനെ അങ്ങോട്ട് കഴിച്ച് നോക്കിനെ. എന്നിട്ട് ആ ബിരിയാണി കഴിച്ചിട്ട് എങ്ങനെയുണ്ടായിരുന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ റൈസ് ഉണ്ടല്ലോ അത് ഭയങ്കര ഓയിലി ആയിരുന്നു കേട്ടോ. പക്ഷേ ആ മട്ടൻ്റെ മസാല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. മട്ടണും നല്ല പ്രോപ്പർലി കുക്ക്ഡ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം അങ്ങനെ അങ്ങോട്ട് കഴിച്ച് നോക്കിയ ശേഷവും പിന്നെ ബട്ടൂര കഴിച്ച് നോക്കി. ഇത് ആ കടായി ചിക്കനിലെല്ലാം നല്ലോണം അങ്ങോട്ട് കുതിർന്നിട്ടുള്ള പൊറോട്ടയാണ്. അപ്പോൾ അതിനെ വലിച്ച് ഇങ്ങോട്ട് പുറത്തോട്ടിട്ട ശേഷം അതിൻ്റെ അറ്റത്തുനിന്ന് ചെറിയൊരു കഷ്ണം ഇങ്ങനെ കീറി ഇങ്ങോട്ട് എടുത്താൽ എൻ്റെ പ്ലേറ്റിൽ കുറച്ചധികം ഐറ്റംസ് ഉള്ളതുകൊണ്ട് തന്നെ അത് എന്തിൻ്റെ കൂടെ ചേർത്ത് പിടിക്കണം എന്നുള്ളൊരു ചെറിയ കൺഫ്യൂഷനിലേനും ആദ്യം. പിന്നെ ആ ബീഫിൻ്റെ കൂടെയും കഴിച്ച് നോക്കി. അതിനുശേഷം നമ്മൾ ചിക്കൻ്റെ കബാബ് ഉണ്ടല്ലോ അതിൻ്റെ കൂടെയും ചേർത്ത് അങ്ങോട്ട് പിടിച്ച്. അപ്പോൾ ഒരു ഇടക്കാല ആശ്വാസം പോലെ എൻ്റെ വിശപ്പൊന്ന് ശമിച്ചിട്ടുണ്ട്. ഇനി വാ വീട് കാണിച്ചു തരാം. ഇനി ബാക്കി വീട് കണ്ടതിന് ശേഷം കഴിക്കാം. അങ്ങനെ വീട്ടിൻ്റെ ഉള്ളിലോട്ട് അങ്ങോട്ട് കയറി ചെന്ന് എന്നിട്ട് ഒരു അമ്മമ്മ ആടി ഇരുന്നിട്ട് ഇങ്ങനെ വർത്താനം പറയുന്നുണ്ടായിരുന്നു. ഇതാണ് ഈ വീടിൻ്റെ സെൻട്രൽ ഹോൾ. കയറി ചെല്ലുമ്പോൾ തന്നെ വളരെ വ്യത്യസ്തമായിട്ടുള്ള സോഫയും ഊഞ്ഞാലും ദിവാനും പിന്നെ ടീപ്പോയും ഡൈനിങ് ടേബിളൊക്കെ ആയിട്ടുള്ള നല്ല നീളത്തിലുള്ളൊരു സെൻട്രൽ ഹോളായിരുന്നേ. കുറേ മരപ്പണിയൊക്കെ ഉണ്ട്. അതിനോട് ചേർന്നിട്ട് തന്നെ ഒരു ബെഡ്റൂം ഉണ്ട്. ആ ബെഡ്റൂമിലോട്ട് എന്നെ വരവേറ്റത് കുറേ മരത്തിൻ്റെ ഇടയിലൂടെ കാണുന്നതാ ഇങ്ങനെ വരച്ചിട്ടുള്ള ഒരു മാർഗംകളിൻ്റെ ചിത്രമാണ്. ആ ചിത്രമെല്ലാം ഇങ്ങനെ നോക്കിക്കൊണ്ട് ചെന്നെത്തുന്നത് ഈ ബെഡ്റൂമിലോട്ടും വളരെ വ്യത്യസ്തമായ രീതിയിലാണ് ഈ ബെഡ്റൂം ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അത് ഏത് രീതിയാണെന്നൊന്നും എനിക്കറിയില്ല, പക്ഷേ കാണാൻ നല്ല അടിപൊളിയാണ്. പിന്നെ സെൻട്രൽ ഹോളിൽ ഒരു വാഷ് ബേസിൻ്റെ ഏരിയ ഉണ്ട്. സാധാരണ റിസോർട്ട്സിലും പിന്നെ ഹോട്ടൽസിലൊക്കെയാണ് 2 വാഷ് ബേസിനൊക്കെയുള്ള വാഷ് ഏരിയ ഉണ്ടാവാറ്. ഞാൻ ആദ്യമായിട്ടാണ് അതൊരു വീട്ടിൽ കാണുന്നത്. പിന്നെ അതിൻ്റെ തൊട്ട് സൈഡിലായിട്ട് ചെറിയൊരു ഡൈനിങ് ടേബിൾ ഉണ്ട്. അവിടെ ഒരു 6 പേരൊക്കെ ഇരിക്കാം. അതിൻ്റെ ബാക്ക് സൈഡിൽ നല്ല അടിപൊളി നല്ല ഏരിയ ഉള്ളൊരു കിച്ചണും. ഈ അടുക്കളേൻ്റെ ഒരു മൂലക്കായിട്ട് കുറേ ചെടിയെല്ലായിട്ടുള്ള ഒരു ഔട്ട്ഡോർ ഏരിയ ഉണ്ട്. സാധാരണ നമ്മൾ വീട്ടിൽ പറയില്ലേ വടക്കുറന്നൊക്കെ, ആ ഒരു സെറ്റപ്പ് ആണെന്ന് തോന്നുന്നത്. അതിൻ്റെ ഒരു സൈഡിലായിട്ട് നല്ല ഏരിയ ഉള്ളൊരു വർക്ക് ഏരിയ ഉണ്ട്. നമ്മൾ ആദ്യം കണ്ടിയ സെൻട്രൽ ഹാളിനെയും ഇപ്പം കണ്ടിയ കിച്ചണിനെയും പാർട്ടീഷൻ ചെയ്യുന്ന ഒരു ഏരിയ ആണിത്. അതിനോട് ചേർന്നിട്ട് തന്നെ ഒരു കോമൺ വാഷ്റൂം ഉണ്ട്. ഇത്ര അടിപൊളിയായിട്ടുള്ളൊരു കോമൺ വാഷ്റൂം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്.
ഇത് ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെയുള്ള വേറെ ഒരു ബെഡ്റൂമാണ്. ആദ്യം കണ്ട ബെഡ്റൂമും ഇതും തമ്മിൽ സൈസിൽ ഏകദേശം സിമിലാരിറ്റി ഉണ്ടെങ്കിലും ലുക്ക് വൈസ് ഒരു സിമിലാരിറ്റിയും ഇല്ല കേട്ടോ. ഈ ബെഡ്റൂം വേറെ തന്നെ ഒരു തീമിലാണ് ചെയ്തിട്ടുള്ളത്. ഈ ബാത്റൂം കണ്ടെങ്കിൽ സാധാരണ ബാത്റൂം ഫിറ്റിങ്സിൻ്റെ എല്ലാ ഐറ്റംസിൻ്റെ അഡ്വർടൈസ്മെൻറ്റിലാണ് ഇതുപോലത്തെ ബാത്റൂം ഞാൻ കണ്ടിട്ടുള്ളത്. പക്ഷേ അതും ഇത്ര വരില്ല. ഈ ക്യാരം ബോർഡെല്ലാം ഇവിടെ വെച്ചത് കൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു മിക്കവാറും ഇത് ഇവിടുത്തെ ഇൻഡോർ പ്ലേ ഏരിയ ആയിരിക്കുന്നു. അതിനോട് ചേർന്നിട്ട് തന്നെ ഒരു ബുക്കിൻ്റെ ഷെൽഫിലുണ്ട്. അപ്പോൾ ഇതെന്തായാലും ഇൻഡോർ പ്ലേ ഏരിയ കം ലൈബ്രറി തന്നെ ആയിരിക്കണം. അതിൻ്റെ ഒരു ചുമരിൻ്റെ അപ്പുറത്തെ സൈഡിലായിട്ട് തന്നെ ഗ്രൗണ്ട് ഫ്ലോറിലെ മൂന്നാമത്തെ ബെഡ്റൂം. ഈ ബെഡ്റൂമിൻ്റെ തീം ഉണ്ടെങ്കിൽ ആദ്യം കണ്ട രണ്ടുമായിട്ട് യാതൊരു ബന്ധവുമില്ലല്ലോ. പിന്നെ നല്ല നീളത്തിൽ സിമ്പിളായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളൊരു വാർഡ്രോബ് ഉണ്ട്. അതിനോട് ചേർന്നിട്ട് തന്നെ ചെറിയൊരു വിൻഡോ ഉണ്ട്. പിന്നെ വലിയൊരു മിറർ ഉണ്ട്. അതിൻ്റെ തൊട്ട് സൈഡിൽ ഈ അടിപൊളി ബാത്റൂം ഉണ്ട്. അപ്പം ഗ്രൗണ്ട് ഫ്ലോറിലുള്ള കാഴ്ചകളെല്ലാം ഏകദേശം കണ്ടില്ലേ? ഇനി കുറച്ചും കൂടെ കാണിച്ചു തരാനുണ്ടായിരുന്നു. പക്ഷേ അവിടെയൊക്കെ കുറേ ലേഡീസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇവരുടെ ക്ലോസ് റിലേറ്റീവ്സ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ അധികം അങ്ങോട്ട് ക്യാമറ എടുത്ത് പോയില്ല. നേരെ ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോയേ. ഇതാണ് ഫസ്റ്റ് ഫ്ലോറിൽ നിന്ന് ഗ്രൗണ്ട് ഫ്ലോറിലോട്ട് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച. പിന്നെ അതിനോട് ചേർന്നിട്ട് തന്നെ ചെറിയൊരു സ്റ്റെപ്പ് ഉണ്ട്. അത് കയറി പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നത് നേരെ ഔട്ട്ഡോറിലുള്ള കാഴ്ചകളാട്ടോ. നല്ല അടിപൊളി വ്യൂ ആണ്. ഞാൻ അവിടുന്ന് വലിയ എത്തി നോക്കി എന്തെങ്കിലും ഫുഡ് ആവറ്റാൻ തീരാനായി പോയിട്ടുണ്ടോന്ന്. ഇല്ലയെന്ന് ഉറപ്പായതുകൊണ്ട് ഞാൻ പിന്നെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഇങ്ങനെ ചുറ്റിപ്പറ്റി കളിച്ചേ. ഇത് ഫസ്റ്റ് ഫ്ലോറിലുള്ള ഒരു ബെഡ്റൂമാണ്. എന്താ കാരണം എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷേ ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ട് തോന്നി കേട്ടോ ഈ ബെഡ്റൂം. അതിനോട് കിടപിടിക്കുന്ന ബാത്റൂം എന്നും പറയാം. ബാത്റൂമാണോ നല്ലത് ബെഡ്റൂമാണോ നല്ലതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആകെ കുഴഞ്ഞു പോകും. അപ്പോൾ ഇതാണ് ഇവിടുത്തെ നാലാമത്തെ ബെഡ്റൂമും ബാത്റൂമും. ഇനി ഈ പാസേജിലോട്ട് ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ ഇത് ഇവിടുത്തെ സെർവർ റൂമാണ്. ഞാൻ പഠിച്ച കോളേജിൻ്റെ നെറ്റ്വർക്ക് സെക്യൂരിറ്റി റൂമിനോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ലാബിനോ പോലും ഇത്രയും വലിയൊരു നെറ്റ്വർക്ക് റൂമോ അല്ലെങ്കിൽ സെർവർ റൂമോ ഉണ്ടായിട്ടില്ല കേട്ടോ. അതിൻ്റെ ഒരു ചുമരിനോട് ചേർന്ന് കിടക്കുന്നതാണ് ഇവിടുത്തെ അഞ്ചാമത്തെ ബെഡ്റൂം. അപ്പോൾ ഞാൻ എണ്ണിയെടുത്തോളം ഇതൊരു 5 ബെഡ്റൂമുള്ള വീടാണ്. ഇനി ഒരു ബെഡ്റൂം എണ്ണാൻ വിട്ടുപോയെന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ ഇതാണ് ഇവിടുത്തെ അഞ്ചാമത്തെ ബെഡ്റൂം. അതിൻ്റെ വാർഡ്രോബ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ബാത്റൂം അടിപൊളി തന്നെ. അപ്പോൾ ഇവിടുന്ന് അതെല്ലാം കണ്ടിട്ട് അങ്ങനെ അങ്ങോട്ട് ഇറങ്ങി. പിന്നെ ഫസ്റ്റ് ഫ്ലോറിൽ നിന്ന് ഇവിടുത്തെ പൂളിലോട്ടുള്ള കാഴ്ചയാണ് ഇത്. അടിപൊളിയല്ലേ? ഈ മരമെല്ലാം അടിപൊളിയായിട്ടുണ്ട്. പക്ഷേ ഫസ്റ്റ് ഫ്ലോറിൻ്റെയും ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ ഇടയിൽ ആ മരം മാത്രം എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഈ വീട് ഏകദേശം മൊത്തമായിട്ട് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് വീണ്ടും വിശക്കാൻ തുടങ്ങിയേ. ഇത് ഗ്രൗണ്ട് ഫ്ലോറിലുള്ള ലിവിങ് ഏരിയ ആണ്. ഈ ഒരു ഏരിയ എന്തോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആ ഒരു കളർ കോമ്പിനേഷനും പിന്നെ ആ ഒരു ലൈറ്റിങ്ങും കേട്ടനും ഒക്കെ അടിപൊളിയായിട്ടുണ്ട്. ഇത് പ്രെയർ ഏരിയ. അപ്പോൾ ഇത് ഇവിടെ ഒരു ചെറിയ ടാബലുണ്ട്. ഈ ടാബിൽ നിന്ന് ഈ വീടിൻ്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ കൺട്രോൾ ചെയ്യുക. ലൈറ്റും പിന്നെ എ സിയും എല്ലാം. അപ്പോൾ ആ വീടിൻ്റെ കാഴ്ചകളെല്ലാം കണ്ട ശേഷം ഞാൻ പതുക്കെ പുറത്തോട്ട് ഇറങ്ങി. നല്ലോണം വിശന്നുകൊണ്ട് തന്നെ വേഗം പോയിട്ട് ആ സ്റ്റാർട്ടറിൻ്റെ കൗണ്ടറിൽ നിന്ന് കുറച്ച് സ്റ്റാർട്ടേഴ്സ് വീണ്ടും കഴിച്ചേ. ഇനി ഒരു കാര്യം പറഞ്ഞുതരാം. ക്രിസ്മസിൻ്റെ തലേ ദിവസം ആയതുകൊണ്ട് തന്നെ ഇവിടെ വരുന്ന എല്ലാവർക്കും ഓരോ കിലോ കേക്ക് കൊടുക്കുന്നല്ലോ. അകത്തുനിന്ന് ആരല്ലോ പറയുന്ന കേട്ടിനി. നമുക്കും കിട്ടുള്ളൂ ഇത്. ഇപ്പോഴേ ആലോചിച്ച് വെറുതെ തല ഉണ്ടാക്കണ്ടല്ലേ. പോകുന്ന സമയത്തല്ലേ എന്തെങ്കിലും നമ്പർ ഇട്ട് നോക്കാം. ഈ വീടിൻ്റെ കോമ്പൗണ്ടിൻ്റെ അകത്ത് പച്ചപ്പിന് വളരെയധികം പ്രാധാന്യം കൊടുത്തിട്ടുണ്ടെന്നുള്ള കാര്യം പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ. പിന്നെ കുറേ ഓർഗാനിക് വെജിറ്റബിൾസ് നട്ട് പിടിപ്പിച്ചിട്ടുണ്ട്. ഇത് നോക്കിയാട്ടെ, പ്രൊഫഷണൽ ബാഡ്മിൻ്റൺ കോർട്ട് തോറ്റു വന്ന കോർട്ടാണ് ഇതിൻ്റെ അകത്തുള്ളത്. ഇപ്പം സമയം ഏകദേശം ഒരു 6:45. ഈ ഒരു സമയത്ത് നല്ല വാം ലൈറ്റിംഗ് ഒക്കെ ആയിട്ട് ഈ വീട് കണ്ടാൽ ശരിക്കും ഒരു 5 സ്റ്റാർ റിസോർട്ട് പോലെ തന്നെ ഉണ്ടായിരുന്നു. അപ്പം വീടിൻ്റെ കാഴ്ചകളെല്ലാം ഏകദേശം കണ്ടില്ലേ അല്ലേ? ഞാൻ നേരത്തെ വിശക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടില്ലേ, അത് വെറുതെ പറഞ്ഞൊന്നുമല്ല. ആ വീട് ഏകദേശം നടന്നു കണ്ടേരം ശരിക്കും എനിക്ക് വിശക്കാൻ തുടങ്ങി. അങ്ങനെ പ്ലേറ്റുമായിട്ട് ഞാൻ പതുക്കെ രണ്ടാമത്തെ അംഗത്തിന് ഇറങ്ങിയിട്ടുണ്ട്. അധികം ഞാൻ ഈ പ്ലേറ്റ് കുത്തി കറിക്കാനൊന്നും നിന്നിട്ടില്ല. വളരെ ലൈറ്റായിട്ട് മാത്രമേ എടുത്തിട്ടുള്ളൂ. ലേശം ചിക്കൻ ബിരിയാണി എടുത്തിട്ടുണ്ട്, പിന്നെ 2 പൊരിച്ച മീനിൻ്റെ പീസ് എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ചിക്കൻ കബാബ് എടുത്തിട്ടുണ്ട്, പിന്നെ ആദ്യം ആ ഗ്രിൽ ഫിഷ് കണ്ടിട്ടില്ല, ആരല്ലോ കൂടെ അപ്പിച്ച് ചീന്തിയ ആ ഗ്രിൽ ഫിഷ്, അത് വീണ്ടും അവർ റീഫിൽ ചെയ്തതിന് അത് പിന്നെ ആരല്ലോ കൂടെ അപ്പിച്ച് ചീന്തിനെ. അപ്പോൾ ഉള്ളത് വെച്ചിട്ട് ലേശം ഓണം പോലെ ആക്കാമെന്ന് വിചാരിച്ചിട്ട് ലേശം അതും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ബിരിയാണിയും ചിക്കൻ പീസെല്ലാം കൂടെ ചേർത്ത് വെച്ചിട്ട് ഞാനിതിങ്ങനെ അങ്ങോട്ട് കഴിച്ചുകൊണ്ടേ നിൽക്കുന്നുണ്ട്. ആ ഒരു സമയമാകുമ്പോഴത്തേക്കും ഏകദേശം ഡൈനിങ് ഏരിയയിലെല്ലാം നല്ല തിരക്കായിട്ടുണ്ട്. അപ്പോൾ അതേ പ്ലേറ്റുമായിട്ട് വീണ്ടും ഞാൻ കളത്തിലോട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇത്തവണ ഒരു ദോശ എടുത്തിട്ടുണ്ട്, പിന്നെ ഈ പിങ്ക് കളറുള്ള ഈ പുട്ട് ഇതേതേനു സ്ട്രോബെറി എന്നാ പറഞ്ഞതെന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ സ്ട്രോബെറി പുട്ട് എടുത്തിട്ടുണ്ട്, പിന്നെ അതിൻ്റെ മേലെ ലേശം മീൻകറിയും കൂടെ അങ്ങോട്ട് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ആ സ്ട്രോബെറി പുട്ടും മീൻകറിയും കൂടെ ചേർത്ത് വെച്ചിട്ട് അങ്ങോട്ട് പിടിച്ച് നോക്കിയാൽ ഒരു ലൈറ്റായിട്ടുള്ളൊരു സ്ട്രോബെറീൻ്റെ ഫ്ലേവർ ഏടിയും ഉണ്ടായിരുന്നു. പക്ഷേ സംഭവം കൊള്ളായിരുന്നു. ഇനി ദോശയും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ദോശ ഇങ്ങനെ ഇങ്ങോട്ട് എടുത്തിട്ട് മീൻകറിയിൽ മുക്കണോ ചട്നിയിൽ മുക്കണോ എന്നുള്ളൊരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പിന്നെ ലേശം മീൻകറിയിലും ചട്നിയിലും തക്കാളി ചട്നിയിലെല്ലാം മുക്കിയിട്ട് ഹലോ ഗൈസ്, നമ്മൾ പീപ്പിൾ ടൈമിൽ കണ്ടെത്തിയിരിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ സൗണ്ടും
ഫേസുമായിട്ട് യാതൊരു ബന്ധമില്ല. ബീഫൽ ടമ്മി എന്ന് പറയുന്ന വ്യക്തി വളരെ നല്ല മനുഷ്യനാണ്. അപ്പം എൻ്റെ കയ്യിലുള്ള ആ വളയും പിന്നെ എൻ്റെ കഴിപ്പിൻ്റെ ആ ഒരു രീതിയൊക്കെ കണ്ടിട്ടാണ് അവർക്ക് ഞാനാണെന്ന് മനസ്സിലായത് എന്നൊക്കെയാണ് അവരെന്നോട് പറഞ്ഞത്. പിന്നെ ഞാൻ നല്ലവനാണെന്നൊക്കെ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നില്ലല്ലോ, അവർ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ ഇത്. അപ്പോൾ അവസാനം ഞാൻ ഇവിടുന്ന് ഒരു പ്ലേറ്റ് നിറയെ സാലഡ് എടുത്തിട്ട് അത് നന്നായിട്ട് അങ്ങോട്ട് കഴിച്ചു. ഞാൻ കുറേ ചിക്കനും മീനെല്ലാം കഴിച്ചല്ലേ, അപ്പോൾ സാലഡ് വളരെ ഇമ്പോർട്ടൻ്റാണ്. അങ്ങനെ ആ സാലഡെല്ലാം കഴിച്ചതിന് ശേഷം പതുക്കെ ചെറിയൊരു ബൗളുമായിട്ട് ഞാൻ ഡെസേർട്ട് സെക്ഷനിലോട്ടേക്ക് അങ്ങോട്ട് നീങ്ങിയേ. ഡെസേർട്ട് ഐറ്റംസ് ഇവിടെ ഉണ്ടായിരുന്നത് ഐസ്ക്രീം ഉണ്ടേനും ക്യാരറ്റ് ഹൽവ ഉണ്ടേനും പിന്നെ കുമ്പളങ്ങേൻ്റെ ഹൽവ ഉണ്ടേനും പിന്നെ ഗുലാബ് ജാമുനും ഉണ്ടായിരുന്നു. വീണ്ടും അവിടെ പോയിട്ട് അവർക്കൊരു ഇടങ്ങാറാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ആദ്യം തന്നെ ക്യാരറ്റ് ഹൽവയും കുമ്പളങ്ങ ഹൽവയും ഐസ്ക്രീമും കൂടെ ഒരുമിച്ചെടുത്തിട്ടാണ് കഴിച്ചത്. അതിനുശേഷം ഗുലാബ് ജാമുൻ്റെ കൗണ്ടറിൽ പോയിട്ട് ആദ്യം തന്നെ ഒരു ഗുലാബ് ജാമുൻ ഇട്ടിട്ട് അതിൻ്റെ മേലെ ഒരു സ്കൂപ്പ് ഐസ്ക്രീം ഇട്ട്, എന്നിട്ട് അതിന് ശേഷം വീണ്ടും അതിൻ്റെ മേലെ ഒരു ഗുലാബ് ജാമുനും കൂടി ഇട്ടിനെ. പിന്നെ തായ ഒരു സ്പൂണ് കുമ്പളങ്ങ ഹൽവ ഉണ്ടായിരുന്നു കേട്ടോ. ഞാനെല്ലാം കഴിച്ച് കഴിഞ്ഞ് പോകുന്ന വഴിക്കാണ് ആ സാലഡ് കൗണ്ടറിൽ ആദ്യം കണ്ട മീനിനെ ആരും പിച്ച് ചീന്താത്ത അവസ്ഥയിൽ അവസാനം കണ്ടത്. പിന്നെ ഞാൻ വീണ്ടും കഴിക്കാനൊന്നും നിന്നില്ല. അവസാനം ഒരു ബൗളിൽ ലേശം ഫ്രൂട്ട്സും കഴിച്ചേ. ഈ ഒരു ഏരിയ ഉണ്ട് നിങ്ങൾ, ഞാൻ ആദ്യമായിട്ടാണ് ഇതൊരു വീട്ടിൽ കാണുന്നത്. ചെറിയൊരു പോഡിയം പോലെയൊക്കെ ആയിട്ട് ഇവിടെ അത്യാവശ്യം കുറച്ച് പരിപാടികളെല്ലാം നടത്താൻ പറ്റുമേ. അപ്പോൾ അവിടെ കുറേ പാട്ടും ഡാൻസൊക്കെ ആയിട്ട് കുറേ പരിപാടി ഉണ്ടായിരുന്നു. എനക്കും ചെറിയൊരു പാട്ടെല്ലാം പാടണം എന്നുണ്ടായിരുന്നു. പിന്നെ വെറുതെ ആടി ഇരിക്കുന്നവർക്കൊരു ഇടങ്ങാറാവണ്ടല്ലോ, അവർ കഴിച്ചിട്ടെല്ലാം അവിടെ ഇങ്ങനെ ആസ്വദിക്കാൻ ഇരിക്കുന്നതായിരിക്കില്ലേ. അപ്പോൾ വീടും കാര്യങ്ങളെല്ലാം നിങ്ങൾ ഏകദേശം കണ്ടില്ലേ. ഇനി ഞാൻ പോയിട്ടൊരു സുലൈമാനി കുടിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒരു വിത്തൗട്ട് കട്ടൻ ചായ അങ്ങോട്ട് കുടിച്ചു. അതിനുശേഷം ഈ 360 സെൽഫീൻ്റെ മേലെ പോയി നിന്നിട്ട് ചെറിയൊരു വീഡിയോ എടുക്കണം എന്ന് നടക്കുന്നുണ്ടേനും. പിന്നെ ആ കുട്ടീനെ അങ്ങോട്ട് മാറടി എന്ന് പറഞ്ഞിട്ട് മാറ്റുന്നത് മോശമല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പോയിട്ടൊരു പാൽ ചായ അങ്ങോട്ട് കുടിച്ചു കേട്ടാ. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ആദ്യം പറഞ്ഞ ഓർമ്മയുണ്ട്, ഇവിടെ വരുന്ന എല്ലാവർക്കും ഓരോ കിലോ കേക്ക് കൊടുക്കുന്നുണ്ടെന്ന്. അങ്ങനെ അനക്കം കിട്ടീന് ഒരു കേക്ക്. അങ്ങനെ ആ കേക്കുമായിട്ട് ഞാൻ നേരെ വീട്ടിലോട്ട് പോയി. എന്നിട്ട് ഇതായിരുന്നു ഞാൻ കേക്ക്. ആ ഒരു കേക്കിൻ്റെ കഷ്ണം കൂടെ അങ്ങോട്ട് കഴിച്ച്. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യമുണ്ടല്ലോ, അത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേട്ടോ. നിങ്ങൾ ഇത്രയും നേരം കണ്ട വീട്ടുകൂടലുണ്ടല്ലോ, അത് ശരിക്കും ഇന്നല്ല, നാളെയാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച് നളന്ദ കേറ്ററേഴ്സ് ഫോർ ഇൻവൈറ്റിംഗ് മീ. നാളെ ഞാൻ പോയിട്ടുണ്ടായിരുന്നേ, അതായത് കഥ ഇനിയാണ് ആരംഭിക്കാൻ പോകുന്നത്. എന്നാൽ പിന്നെ ഞാനങ്ങോട്ട്